പരിയാരത്തെ കോളേജിൽ ആയുർവേദ കോളേജിൽ എം സ്വരാജിന്റെ അഭിവാദ്യങ്ങൾ. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനുമായ ഡോക്ടർ PM മധു അവരുടെ ഒരു ബൊഹീമിയൻ ഡയറി എന്ന പുസ്തകത്തിൻ്റെ 2ാം പതിപ്പിൻ്റെ പ്രകാശന ചടങ്ങിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് അനവധിയായ സവിശേഷതകളുണ്ട്. അതിലൊന്ന്, നാസിസത്തിൻ്റെ കാലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മൃഗീയമായ പീഡനങ്ങൾക്ക് ഇരയായ വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ ജീവിതത്തിൻ്റെ ആഖ്യാനമാണ് ഒരു ബൊഹീമിയൻ ഡയറി എന്നുള്ളത്. മറ്റൊന്ന്, ഹോളോകോസ്റ്റ് എന്ന സാഹിത്യ വിഭാഗത്തിലാണ് നാസിസ കാലത്തെ വംശഹത്യയെ ആഖ്യാനം ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ് ബൊഹീമിയൻ ഡയറി. അടുത്തിടെയാണ് സ്പാനിഷ് ഭാഷയിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത്. അതിലെല്ലാം ഉപരി ലോകത്താകമാനം മാനവികതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു കാലത്ത് ഗാസയിൽ കുട്ടികൾ ക്രൂരമായ കൊലപാതകത്തിന് ഇരയാകുന്ന ഒരു കാലത്ത് മലയാളത്തിൻ്റെ ദൈഷ്ണികത കെയ്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി ലോകത്താകമാനം ഉയരുന്ന ശബ്ദങ്ങൾ, എഴുത്തുകൾ, ആവിഷ്കാരങ്ങൾ, ആഖ്യാനങ്ങൾ ഇതെല്ലാം ഇടിനാദം പോലെ പെയ്തിറങ്ങണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകവും നമ്മുടെയൊക്കെ മനസ്സിൽ, വായനക്കാരുടെ മനസ്സിൽ ഒരു ഇടിനാദമായി പെയ്തിറങ്ങും എന്നുള്ളത് കൊണ്ടാണ് പുരോഗമന കലാ സാഹിത്യ സംഘവും കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ അധ്യാപക സംഘടനയും NGO യൂണിയനും ഈ കോളേജിലെ വിദ്യാർത്ഥി യൂണിയനും SFIയും എല്ലാം ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ദൈഷ്ണികത, ദാർശനികത, സർഗാത്മകത, നിലപാട് ഇതിൻ്റെ എല്ലാം പ്രതിരൂപമായിട്ടുള്ള, നമുക്കെല്ലാം എന്നും ആവേശമായിട്ടുള്ള പ്രിയപ്പെട്ട M സ്വരാജ് അവരുകളാണ്. വളരെ ആദരവോടുകൂടി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവും ഈ കോളേജിൻ്റെ വികസന സമിതി അംഗവും ഔഷധിയുടെ ഡയറക്ടറുമായിട്ടുള്ള K പത്മനാഭനാണ്. പപ്പാട്ടിനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ PR ഇന്ദുകല അവരുകളാണ്. അവരെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുക. ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി ഒരുപക്ഷെ ഒരു വിശേഷണത്തിനോ മുഖവുരക്കോ ആവശ്യമില്ലാത്ത, നമ്മുടെയൊക്കെ മനസ്സിൽ സ്നേഹവും സാന്ത്വനവും സാഹോദര്യവുമായിട്ട് നിലനിൽക്കുന്ന, എനിക്ക് തോന്നുന്നത്
ആയുർവേദ കോളേജിൻ്റെ ഇന്ന് കാണുന്ന വികസനത്തിനടക്കം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ നടന്നിട്ടുള്ള ഏറ്റവും വലിയ വിദ്യാർത്ഥി സമരം ആയുർവേദ കോളേജിന് വേണ്ടിയുള്ള സമരമാണ്. അന്ന് SFIയുടെ കണ്ണൂർ ജില്ലാ സഹഭാരവാഹിയായിരുന്നു രാജേഷ്. അന്ന് തൊട്ട് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ ആയുർവേദ കോളേജിനെ വളർന്നതിൽ അതിൻ്റെ മാസ്റ്റർ മൈൻഡായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട TV രാജേഷാണ് മുഖ്യാതിഥി. അദ്ദേഹത്തെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തക പരിചയം നിർവഹിക്കുന്നത് നിരൂപകനും കൈരളി ബുക്സിൻ്റെ എഡിറ്ററും അധ്യാപകനും ആയിരുന്ന ശ്രീ AV പവിത്ര മാഷാണ്. മാഷയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുക. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്ന ഈ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയശ്രീ MN അവർകൾ, NGO യൂണിയൻ്റെ നേതാവ് K. ഉണ്ണികൃഷ്ണേട്ടൻ, കോളേജ് യൂണിയൻ ചെയർമാൻ അമൃത S. രാജ്, അതുപോലെ ചിന്ത പബ്ലിക്കേഷൻസിൻ്റെ സർക്കുലേഷൻ മാനേജർ CP രമേശൻ, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി VV ആശിഷ്, മറുമൊഴി രേഖപ്പെടുത്തുന്ന ഡോക്ടർ PM മധു, നന്ദി രേഖപ്പെടുത്തുന്ന MV ചന്ദ്രേട്ടൻ, അതുപോലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള ഒരു കാലത്ത് നമ്മളെയൊക്കെ നയിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ബിനുവാട്ടനടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ സദസ്സിലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പപ്പാടനെ അഭ്യർത്ഥിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. തൊഴിലമാരാധ്യനായിട്ടുള്ള പ്രിയപ്പെട്ട M. സ്വരാജ്, വലിയ TV രാജേഷ്, അതുപോലെ തന്നെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, അതുപോലെ പുസ്തകം പരിചയപ്പെടുത്തുന്ന AV പവിത്ര മാഷ്, വിവിധർ ഉൾപ്പെടെയുള്ള മറ്റ് ആശംസാ പ്രാസംഗികരെ, ഈ പുസ്തകം എഴുതിയിട്ടുള്ള ഡോക്ടർ മനോജ്, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ജീവനക്കാരെ, സുഹൃത്തുക്കളെ, ഒരു ഒബീനിയൻ ഡയറി അതിൻ്റെ 2ാം പതിപ്പാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ആദ്യ പതിപ്പ് 2000-ഓളം പുസ്തകങ്ങൾ നമ്മുടെ ഇടയിൽ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2ാം പതിപ്പ് പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ ചടങ്ങിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. രാജേഷ് പുസ്തകത്തെ സംബന്ധിച്ച് അല്പം പരിചയപ്പെടുത്തി. ഇനി പവിത്ര മാഷും വിശദമായിട്ടുള്ള പരിചയപ്പെടുത്തൽ നടത്തും. തീർച്ചയായും സ്വരാജ് ഈ പുസ്തകത്തെ സംബന്ധിച്ചും കാലിക വിഷയങ്ങളെ സംബന്ധിച്ചും നമുക്ക് പഠനാത്മകമായിട്ടുള്ള പ്രസംഗം ഇവിടെ നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് അതിനു മുമ്പേ സമയം ഞാൻ അപകരിക്കാതെ പുസ്തക പ്രകാശനം നടത്തി സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള M. സ്വരാജിനെ ആദരവോടും ക്ഷണിക്കും. ഇതിനോടകം വായനാലോകം സ്വീകരിച്ച ഒരു കൃതിയുടെ 2ാം പതിപ്പിൻ്റെ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരിൽ ചിലരെങ്കിലും ഈ നോവൽ വായിച്ചിട്ടുള്ളവരാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഹോളോകോസ്റ്റ് അടിസ്ഥാനമായി അത് പശ്ചാത്തലമായി രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഒരു ബൊഹീമിയൻ ഡയറിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോഴാകട്ടെ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നിഷ്ഠൂരമായ നരഹത്യകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മലയാള നിരൂപണ സാഹിത്യ രംഗത്തെ ഏറ്റവും ദൃഢമാർന്ന ശബ്ദങ്ങളിലൊന്നായ ഡോക്ടർ ലീലാവതി ടീച്ചർ 98ാം ജന്മദിനത്തിൻ്റെ 98 വയസ്സായി ലീലാവതി ടീച്ചർക്ക് ജന്മദിനാശംസകൾ നേരാനായി എത്തിയ ആരോടോ ടീച്ചർ പറഞ്ഞത്, ഗാസയിൽ കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ ഈ ജന്മദിനത്തിന് ചോറനിക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെ എന്ന് ചോദിച്ചതായാണ് നമ്മൾ വായിച്ചത്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ ആക്രമണമാണ് ടീച്ചർക്ക് നേരിടേണ്ടതായി വന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ മാതൃഭൂമി ഓണപ്പതിപ്പിൽ
പ്രമുഖ കഥാകൃത്തായ ടി പത്മനാഭന്റെ ഒരു കഥയിൽ നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാകും. ആ കഥയുടെ ഇതിവൃത്തം ഒരു സാഹിത്യ സമ്മേളനത്തിൽ കഥാനായകനെ സംഘാടകർ ക്ഷണിക്കുകയാണ്. പ്രസംഗിക്കാനുള്ള വിഷയം പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള ഉപയോഗം എന്നാണ്. സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി അധ്യക്ഷൻ പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് നിശ്ചയമില്ലാതെ ആദ്യമായി പ്രസംഗിക്കാൻ പോകുന്ന സ്കൂൾ കുട്ടിയുടേതെന്നതുപോലെ വിറയ്ക്കുന്ന കാലുകളുമായി പ്രസംഗപീഠത്തിലേക്ക് കഥാനായകൻ നടന്നു ചെല്ലുന്നു. അദ്ദേഹം വിയർക്കുന്നു. അല്പസമയം സദസ്സിനെ നോക്കി നിന്ന ശേഷം തന്റെ പ്രസംഗം അദ്ദേഹം ആരംഭിക്കുന്ന ആദ്യത്തെ വാചകം, കുട്ടികൾ നിലവിളിക്കുകയാണ്. അതാണ് ആദ്യത്തെ വാചകം. കുട്ടികൾ നിലവിളിക്കുകയാണ്, എനിക്കത് കേൾക്കാം. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കേൾക്കാൻ കഴിയും. അവരെന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗസയിലാണ്. അവരുടെ അച്ഛനമ്മമാർ മരിച്ചുപോയിരിക്കുന്നു. കൊന്നതാണ്. ആരാണ് കൊന്നതെന്നത് പോകട്ടെ, കൊന്നതാണ്. തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കൈകൾ ഉയർത്തി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അവർ നിൽക്കും. പലപ്പോഴും വിമാനങ്ങളിൽ നിന്നും വീഴുന്ന ഭക്ഷണപ്പൊതികൾ കാത്തിരിക്കുകയാണ്. ഒരു വിമാനത്തിന്റെ ശബ്ദം കേട്ടു. കുട്ടികൾ കുറെ കൂടി കൈകൾ ഉയർത്തി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രതീക്ഷയോടെ നോക്കുന്നു. പക്ഷെ അവർക്ക് ലഭിച്ചത് അപ്പമായിരുന്നില്ല, വന്നു വീണത് ബോംബും മിസൈലുമായിരുന്നു. ഇതാണ് കഥ. തുടർന്ന് അദ്ദേഹം കഥാനായകൻ ആ പ്രസംഗത്തിനിടയിൽ ചോദിക്കുന്നത്, പ്രസംഗത്തിന്റെ ഭാഗമായി ചോദിക്കുന്നത്, ഞാൻ വലിയ പഠിപ്പുള്ളവനൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, മനുഷ്യനെ കൊല്ലുന്നത് ശരിയാണോ? അതാണ് ചോദ്യം. പ്രത്യേകിച്ച് നിഷ്കളങ്കരായ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ ആരും ഒന്നും കിട്ടിയില്ല. ദൈവമേ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയാണ് കഥ. എന്താണ് ആ കഥയിലൂടെ കഥാകൃത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഈ കാലത്ത് ഒരു സാഹിത്യ സമ്മേളനത്തിൽ പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള ഉപയോഗം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രസംഗമാണെങ്കിൽ പോലും ഭൂമുഖത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കുറിച്ച്, ആ മനുഷ്യത്വ രാഹിത്യത്തെ കുറിച്ച് പറയാതെ ഒരു പ്രസംഗവും ഇന്ന് ആരംഭിക്കാനാവില്ല എന്നാണ്. അത് തന്നെയാണ് 98ാം ജന്മദിനം നേരാനെത്തിയവരോട് ഡോക്ടർ ലീലാവതിയും പറയുന്നത്. ജന്മദിനാശംസകൾ നേരുവാനെത്തുന്നവരോട് ലീലാവതി ടീച്ചർക്കും പറയാൻ കഴിയുന്നത് ഇതേ നരഹത്യയെ കുറിച്ചാണ്, ഇതേ ശിശുഹത്യകളെ കുറിച്ചാണ്. അതുതന്നെയാണ് വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേളയിൽ മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടി അനുപർണ റോയ് എന്ന ഇന്ത്യക്കാരിയായ സംവിധായിക പുരസ്കാരം ഏറ്റുവാങ്ങിയ സന്ദർഭത്തിൽ ആ വേദിയിലും പറഞ്ഞത് ഇതേ കാര്യമാണ്. രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഏത് സന്ദർഭത്തിലും ഇന്ന് ലോകത്തിലെവിടെയും മനുഷ്യപ്പറ്റുള്ളവർക്ക് ഈ നരഹത്യക്കെതിരായി നിലപാട് പറയാതെ ശബ്ദിക്കാതെ കടന്നു പോകാനാവില്ല എന്നതാണ് വസ്തുത. ഇന്നിവിടെ പുനഃപ്രകാശനം ചെയ്യപ്പെടുന്ന കൃതിയിൽ പരാമർശിക്കുന്നത് ലോകത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഹൃദയശൂന്യമായ നരഹത്യകളുടേതായ ഒരു കാലത്തെക്കുറിച്ച് ഇവിടെ രാജേഷ് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഹോളോകോസ്റ്റിനെ അതിജീവിച്ച വിഖ്യാതനായ സൈക്യാട്രിസ്റ്റ് വിക്ടർ ഫ്രാങ്ക്ലിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഗ്രന്ഥകർത്താവ് ഈ നോവൽ രചിച്ചിട്ടുള്ളത്. നോവൽ വായിച്ചിട്ടുള്ളവർക്കറിയാം, നോവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതിന്റെ ശില്പഭരമായ ഭംഗി ഡയറി കുറിപ്പുകളുടെ രൂപത്തിൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു നോവലാണ്. ആ രചനാ ശൈലി സ്വീകരിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ വായനാക്ഷമത ഈ കൃതി വായനക്കാർക്ക് നൽകും. അതുകൊണ്ട് ഒറ്റ ഇരുപ്പിൽ തന്നെ വായിച്ച് തീർക്കാൻ കഴിയുന്ന ഒരു നോവലാണ്. സാഹിത്യത്തെയും സമൂഹത്തെയും സംബന്ധിച്ച വലിയ ചർച്ചകൾ നമ്മുടെ ലോകത്ത് നടന്നു. ഒരുപക്ഷെ അത്തരം ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടുണ്ടാവില്ല. സാഹിത്യകൃതിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ച്, സാഹിത്യത്തിന്റെ ധർമ്മത്തെ കുറിച്ച്,
അത്തരത്തിലുള്ള ഇനിയും തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ചർച്ചകളിലേക്ക് കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഒരു സാഹിത്യകൃതിയുടെ സാമൂഹ്യ പ്രതിബദ്ധത നിർണ്ണയിക്കപ്പെടുക പ്രകടമായ പരാമർശങ്ങളുടെയോ പ്രയോഗങ്ങളുടെയോ ആഹ്വാനങ്ങളുടെയോ പേരിലല്ല. മറിച്ച് നിങ്ങളൊരു നോവൽ വായിക്കുമ്പോൾ, ഒരു കഥയോ കവിതയോ വായിക്കുമ്പോൾ, നിങ്ങളൊരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറെ കൂടി മനുഷ്യത്വത്തിൻ്റെതായ ഒരു ആർദ്രത പടരുന്നുണ്ടെങ്കിൽ, ജീവിതത്തോടൊരു അഭിനിവേശം തോന്നുന്നുണ്ടെങ്കിൽ, സഹജീവികളോടെല്ലാം അനൽപമായ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ, അതെല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കൃതികളാണ്. അതെല്ലാം ഏതൊക്കെയോ തരത്തിൽ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നു. ചിലതാവട്ടെ സമൂഹത്തിന്റെ ഗതിയെ സ്വാധീനിക്കുക മാത്രമല്ല, നിർണയിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒട്ടേറെ സാഹിത്യകൃതികൾ ലോകത്തെമ്പാടും, അല്ലെങ്കിൽ മിക്കവാറും എല്ലാ സാഹിത്യകൃതികളും ഈ ഒരു ധർമ്മം പാലിക്കുന്നുണ്ട്, ആ ധർമ്മം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തിലെ മഹത്തായ പല മാറ്റങ്ങൾക്കും സാഹിത്യകൃതികൾ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഹാരിയറ്റ് എലിസബത്ത് ബീച്ചർ സ്റ്റോണിന്റെ വിശ്വവിഖ്യാതമായ കൃതിയാണ് അങ്കിൾ ടോംസ് ക്യാബിൻ. 1850 പുറത്തിറക്കുന്നത്. അക്കാലത്ത് അമേരിക്കൻ ഐക്യനാടുകളിൽ അടിമത്തം ഒരു സാധാരണ സംഭവമായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഈ കൃതി പുറത്തിറങ്ങിയപ്പോഴാണ് അടിമത്തത്തിന്റെ മനുഷ്യത്വരാഹിത്യത്തെ കുറിച്ച് കൂടുതൽ ശക്തമായ ചർച്ചകൾ, ആലോചനകൾ അമേരിക്കൻ സമൂഹത്തിലുണ്ടായത് എന്നാണ് പറയുന്നത്. ഇന്നലെ വരെ തങ്ങൾ ഒരു സാധാരണ സംഭവം പോലെ ജീവിതത്തിൽ പരിചയിച്ച അടിമത്തത്തിനെതിരെ അത് ക്രൂരമാണ്, മനുഷ്യത്വരഹിതമാണ്, അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന തോന്നൽ അമേരിക്കൻ സമൂഹത്തിൽ ശക്തിപ്പെടുത്തിയത് ഈ ഒരു കൃതിയാണ് എന്നാണ് പറയുന്നത്. പിന്നീട് വൈറ്റ് ഹൗസിൽ ഹാരിയറ്റ് എലിസബത്ത് ബീച്ചർ സ്റ്റോൺ ക്ഷണിക്കപ്പെട്ട് എബ്രഹാം ലിങ്കണെ കാണുന്നു. അന്ന് എബ്രഹാം ലിങ്കൺ അവരെ ചൂണ്ടി പറഞ്ഞു വന്നത്, മഹത്തായ ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഈ വനിതയാണ് എന്നവരെ ചൂണ്ടി പറഞ്ഞു വന്നത്. ഏത് യുദ്ധം? അടിമത്തത്തിനെതിരായ യുദ്ധം. ഈ കൃതി പുറത്തിറങ്ങി ഏതാണ്ട് ഒരു വ്യാഴവട്ടം കഴിയുമ്പോഴേക്ക് നിയമം മൂലം അമേരിക്കയിൽ അടിമത്തം നിരോധിക്കുന്നുണ്ട്. അടിമത്തം നിരോധിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണത്തിലേക്ക് അമേരിക്കയുടെ ഭരണകർത്താക്കളെ, പ്രത്യേകിച്ച് എബ്രഹാം ലിങ്കണെയൊക്കെ നയിച്ചത്, ആ നിയമനിർമ്മാണത്തെ സ്വീകരിക്കാൻ കഴിയും വിധം അമേരിക്കൻ സമൂഹത്തെ പക്വമാക്കിയത്, അതിലെല്ലാം ഈ നോവലിന്റെ പങ്ക് വളരെ വലുതാണ് എന്നാണ് എല്ലാ ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിച്ചത്. ഒരു നോവൽ, ഒരു സാഹിത്യകൃതി ഒരു രാഷ്ട്രത്തെ തന്നെ, ആ രാഷ്ട്രത്തിന്റെ രൂപഭാവങ്ങളെ തന്നെ പുനർനിർണയിച്ചു എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അങ്ങനെ പറയാനാണെങ്കിലും ഇതിന്റെ വ്യത്യസ്തമായ മാതൃകകൾ ലോകത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. ഒരു സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായി അറിയപ്പെടുന്നയാളാണ് അർത്തർ സിംഗ്ലർ. അദ്ദേഹത്തിന്റെ 1905 പുറത്തിറങ്ങിയ കൃതിയായിരുന്നു ദ ജംഗിൾ. ആ കൃതിയാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നു. ആദ്യത്തെ അമേരിക്കയിലെ ഭക്ഷ്യസുരക്ഷാ നിയമം ഈ കൃതി പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ ചർച്ചകളും സംവാദങ്ങളുമാണ് ഈ നിയമനിർമ്മാണത്തെ നയിച്ചത്. പിന്നീടൊരു വ്യാഴവട്ടം കഴിഞ്ഞാണ് അദ്ദേഹം ദ ബ്രാസ് ചെക്ക് എന്ന പേരിൽ മറ്റൊരു കൃതി എഴുതി. അത് അദ്ദേഹം പുറത്തു കാണിക്കാനും വിമർശിക്കാനും ശ്രമിച്ചത് അമേരിക്കയിലെ മാധ്യമ പ്രവർത്തന രംഗത്തെ ജീർണതകളെയാണ്. മഞ്ഞപത്ര ശൈലി എന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള ജീർണതകളെ വളരെ രൂക്ഷമായി വിമർശിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ കൃതിയെ തുടർന്നാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകരെ ബാധിക്കുന്ന പൊതു നിയമം, മാധ്യമ പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പൊതു നിയമാവലിക്ക് രൂപം നൽകിയത് ഈ കൃതിയെ തുടർന്ന് അമേരിക്കൻ സമൂഹത്തിലുണ്ടായ ചർച്ചകളാണ്. അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അത്തരത്തിലുള്ള ചരിത്രമുണ്ട്. ഇവിടെ തന്നെ ജാതീയതക്കെതിരായ സാമൂഹ്യ വികാരം ശക്തിപ്പെടുത്തിയതിൽ ആശാന്റെ കൃതികൾക്കുള്ള പങ്ക് എൽക്കാലവും ഓർമ്മിക്കപ്പെടുന്നതാണ്. ചണ്ടാലഭിഷേക് ഉൾപ്പെടെയുള്ള കൃതികളിൽ ആശാന്റെ കണ്ണിലൂടെ ജാതീയതയുടെ ഉച്ചനീചത്വം കേരളീയ സമൂഹം സാവധാനത്തിലാണെങ്കിലും തിരിച്ചറിയുകയും ജാതീയതക്കെതിരായ സാമൂഹ്യ ചിന്ത ശക്തിപ്പെടുകയും ചെയ്തു എന്നതാണ് വസ്തുത. ആ കാലത്തിന് ശേഷമാണ് പിന്നീട് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നാട്ടിലെമ്പാടും വലിയ കമ്മ്യൂണിസ്റ്റ് വേട്ട നടന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിക്കപ്പെടുന്നത്. ആ നാടകം രചിക്കപ്പെട്ട സമയത്ത് കേരളത്തിലെമ്പാടും
കേരളം എന്ന് പറഞ്ഞാൽ ഐക്യ കേരളമല്ല എങ്കിലും ഇന്നത്തെ കേരളം എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശങ്ങളിലെമ്പാടും വലിയ കമ്മ്യൂണിസ്റ്റ് വേട്ടമാണ്. ഇപ്പോ സേലം സെൻട്രൽ ജയിലിലെ വെടിവെപ്പുണ്ടാവും, കൊഞ്ചിയം വെടിവെപ്പുണ്ടാവും, ശൂരനാട് പോലീസിന്റെ അതിക്രമം ഉണ്ടാവും. നാട്ടിലെമ്പാടും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ശൂരനാട് സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട് ഒളിവിൽ കഴിയുമ്പോഴാണ് തോപ്പിൽ ഫാസി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്നാണ് നാട്ടിലെമ്പാടും കമ്മ്യൂണിസ്റ്റ് വേട്ട നടക്കുന്നു, ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു. അത്തരമൊരു വേട്ടയുടെ ഭാഗമായി പ്രതി ചേർക്കപ്പെട്ട് ഒളിവിൽ കഴിയുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ആ നാടകം 1952 ആദ്യമായി ആ നാടകം രംഗത്ത് അവതരിപ്പിക്കും ചവറ. ആ നാടകവും നിയമ നടപടികൾക്ക് വിധേയമാകുന്നു. കൃത്യം 5 വർഷം കഴിഞ്ഞപ്പോഴേക്ക് കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 1957 EMS ഗവൺമെന്റിന്റെ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ച്, അന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് നടന്ന പല പഠനങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കേരളത്തിൽ ഇടതുപക്ഷ ആഭിമുഖ്യം വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഘടകങ്ങളിൽ ഒന്നായി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളീയ സമൂഹത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ, ഇവിടെ ജാതീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിൽ, അമേരിക്കയിൽ അടിമത്തം ഇല്ലാതാക്കുന്നതിൽ ഒക്കെ ഇപ്പോൾ പാരിസ്ഥിതികാവബോധം ലോകമാകെ ശക്തിപ്പെട്ടു വന്നത് റീച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് പുറത്തിറങ്ങിയതിനു ശേഷമാണ് എന്ന് പലരും ചൂണ്ടിക്കാണിക്കണം. ഇങ്ങനെയെല്ലാം സമൂഹത്തെ സ്വാധീനിച്ചിട്ടുള്ള സാഹിത്യ കൃതികൾ, കലാവിഷ്കാരങ്ങൾ, അതിൻ്റെ ചരിത്രം എത്ര പറഞ്ഞാലും അവസാനിക്കും. ഈ ഒരു നീണ്ട പട്ടികയിൽ എവിടെയാണ് ബൊഹീമിയൻ മേഖലയുടെ സ്ഥാനം എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതികളിൽ ഒന്നായ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിച്ച് നടത്തിയ ആ മനുഷ്യവംശത്തിനെതിരായിട്ടുള്ള വലിയ ആക്രമണം, അത് ലോകത്തിലെ ഓരോ മനുഷ്യനെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഹിറ്റ്ലറുടെ കാലത്ത് ഏറ്റവും കുപ്രസിദ്ധമായ തടങ്കൽ പാളയങ്ങളിൽ ഒന്നായിരുന്നു ഓഷ്വിറ്റ്സ്. ഓഷ്വിറ്റ്സ് എന്നൊരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ വാതിൽക്കൽ എഴുതി വെച്ചിട്ടുണ്ടത്രേ, ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കും എന്നാണ് എഴുതിയത്. ചരിത്രം വിസ്മൃതമാകേണ്ട ഒന്നല്ല, സദാ ഓർത്തിരിക്കേണ്ട ഒന്നാണ്. ഓർത്തിരിക്കുന്നത് ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ. ഹോളോകോസ്റ്റ് നാം ഓർക്കുന്നത് മനുഷ്യർക്കെതിരായി മറ്റു മനുഷ്യരുടെ ആക്രമണങ്ങൾ ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് നമ്മെ നയിക്കണം. ബൊഹീമിയൻ ഡയറിയിൽ നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ ദൗത്യം ലോകമെമ്പാടും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പലസ്തീനിലെ മനുഷ്യപ്രതിയുടെ കൂടി പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും വിശേഷിച്ചും ഇപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഹിംസയ്ക്കുമെതിരായ മനോഭാവമുള്ള ഒരു ജനതയെ വളർത്തിക്കൊണ്ടുവരിക. ഹിംസയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം ഇപ്പോൾ ശക്തിപ്പെട്ടു വരുന്നൊരു കാലമാണ്. ലോകമെമ്പാടും ഇന്ത്യയിൽ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ മനുഷ്യസ്നേഹത്തിന്റെ സാമൂഹ്യ വീക്ഷണത്തെ മുൻപോട്ട് വെക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം ഹോളോകോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഈ കൃതികൾ. ഇതിലൊരിടത്ത് ഡയറി കുറിപ്പുകളുടെ രൂപത്തിൽ ആവിഷ്കരിക്കപ്പെട്ട ഈ നോവലിലൊരിടത്ത് ആ കുട്ടിക്കാലത്തെ ഡയറി കുറിപ്പുകളുടെ ഓർമ്മകളുടെ ഭാഗമായി ആവിഷ്കരിക്കുന്ന ഒരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, മരിക്കാതിരിക്കാൻ കഴിയും. അങ്ങനെയാണ് ചോദ്യം അല്ലേ? മരിക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അത് പക്ഷേ മനുഷ്യനെ എപ്പോഴും ആകുലപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. മരിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? റബ്ബി ഫൈദ എന്ന് പറയുന്ന മറുപടി അത് നടപ്പില്ല. ജനിച്ചാൽ മരിക്കും, അതൊരു പ്രകൃതി നിയമമാണ്. പ്രകൃതി നിയമത്തെ തിരുത്താൻ മനുഷ്യരാര് എന്ന ചോദ്യമാണ്. അല്പസമയം കഴിഞ്ഞിട്ട് പക്ഷേ റബ്ബി പറയുന്നുണ്ട്, എങ്കിലും മരണത്തെ അതിജീവിക്കാൻ വഴിയുണ്ട് കേട്ടോ. എങ്ങനെയാണ് മരണത്തെ അതിജീവിക്കുക? നീ ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കാറില്ലേ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടിട്ടില്ലാത്ത ചുരുക്കമാണ്. ഒരു തലമുറയിലെ അതിനുള്ള സമയം കിട്ടുന്നുണ്ടോ എന്നൊക്കെ മറ്റൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതിനവരെ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമാണ്. അതിനെ തുടർന്ന് നോവലിൽ പരാമർശിക്കുന്നത്
കട്ട പിടിച്ച ഇരുട്ട് ഭൂമിയിലാകെ പരക്കും. പ്രകാശം തെളിയിക്കാനെത്തുന്ന ചില ചെറിയ നക്ഷത്രങ്ങളില്ലേ, ആ നക്ഷത്രങ്ങളൊക്കെയും മരണത്തെ അതിജീവിച്ചവരാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രകാശം ചുരിഞ്ഞവർ, പ്രകാശം പരത്തിയവർ, നോവലിന്റെ വാദ്യം പ്രകാശം പടർത്തിയവർ. പ്രകാശം പടർത്തിയവർക്ക് മരിച്ചു കഴിഞ്ഞാലും അങ്ങനെ ചെയ്യാതിരിക്കാനാവില്ല എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന, എനിക്ക് ഈ നോവലിലെ ഏറ്റവും മനോഹരമായി അല്ലെങ്കിൽ ഹൃദയസ്പർശിയായി തോന്നിയ ഒരു വരി അതാണ്. കട്ട പിടിച്ച ഇരുട്ട് ഭൂമിയിലാകെ പരക്കും. പ്രകാശം തെളിയിക്കാനെത്തുന്ന ചില ചെറിയ നക്ഷത്രങ്ങൾ, അതൊക്കെ ഈ മരണത്തെ അതിജീവിച്ചവരാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രകാശം പടർത്തിയവർക്ക് മരിച്ചു പോയാലും അങ്ങനെ ചെയ്യാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ അനീതിയുടെയും എല്ലാ തിന്മകളുടെയും ഇരുട്ട് പരക്കുന്ന സമയങ്ങളിൽ പ്രകാശം പടർത്താൻ ശ്രമിച്ചവർക്ക്, അങ്ങനെ പ്രകാശം പടർത്തിയവർ മരിച്ചു കഴിഞ്ഞാലും മരണത്തെ അതിജീവിച്ച് പ്രകാശം ചുരിയുന്ന നക്ഷത്രങ്ങളായി തുടരും എന്നാണ്. ഇത്രമാത്രം ഭാവനാദീപ്തമായി മനുഷ്യ സ്നേഹത്തെ അടയാളപ്പെടുത്തിയ സമീപകാല കൃതികൾ ഏതെങ്കിലും ഉണ്ടോ എന്നൊരു സംശയമാണ്. ഞാൻ കൂടുതൽ ദീർഘിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ നോവലിന്റെ പുനഃപ്രകാശന വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒന്ന്, ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന വാർത്തകൾ നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുന്നതാണ്. നാം പത്രങ്ങളിൽ വായിക്കുന്ന, ടെലിവിഷനിൽ കാണുന്ന വാർത്തകൾ മനുഷ്യരെ നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ്. കെയ്യിൽ എഴുതിയ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് വ്യാജമായ ശുഭാപ്തി വിശ്വാസത്തെക്കാളും നല്ലത് സർഗാത്മകമായ നിരാശയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട്. വ്യാജമായ ശുഭാപ്തി വിശ്വാസത്തെക്കാൾ നല്ലത് സർഗാത്മകമായ നിരാശയാണ്. നിരാശയും ചില സന്ദർഭങ്ങളിൽ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുകയും നിരാശാഭരിതമായ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ അവസാന ശ്വാസം വരെയും ഞങ്ങൾ പൊരുതും എന്ന് പ്രതിജ്ഞയെടുക്കാനും നമ്മളെ പ്രേരിപ്പിച്ചേക്കാം, ചിലപ്പോൾ പ്രേരിപ്പിച്ചേക്കാം. അപ്പൊ നിരാശയിൽ നിന്നും ഒരിക്കലും മുട്ടുമുടങ്ങാത്ത യോദ്ധാക്കളെ ചിലപ്പോൾ സൃഷ്ടിക്കാൻ അത്തരം നിരാശാഭരിതമായ അന്തരീക്ഷങ്ങൾ പരാജയങ്ങളുടെയും തിരിച്ചടികളുടെയും മനസ്സ് പഠിപ്പിക്കുന്ന അനുഭവങ്ങളുടെ മുൻപിൽ സ്തംഭിച്ചു പോവുകയല്ല ജീവിതം, മറിച്ച് ആ പരാജയങ്ങളെയും നമ്മളെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളെയും എല്ലാം അതിജീവിക്കാൻ, മറികടക്കാൻ, പുതിയൊരു ലോകം, പുതിയൊരു ഭൂമി, പുതിയൊരു ആകാശം സൃഷ്ടിക്കാൻ ഒരുപക്ഷെ സമർപ്പിതമായ പുതിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും. ഇന്ന് കേൾക്കുന്ന വാർത്തകളുടെ അധികവും നിരാശാഭരിതമാണ്. മനുഷ്യർക്കിടയിൽ വലിയ മതിൽക്കെട്ടുകൾ ഉയരുന്നതിന്റെ വാർത്തകളാണ്. അത് ദേശീയാടിസ്ഥാനത്തിലും ലോകത്തും. ഞാൻ ഓരോന്നായിട്ട് വിശദീകരിക്കണമെന്ന് തോന്നില്ല. ഗസയിലെ കാര്യങ്ങളെ കുറിച്ച് തുടക്കത്തിൽ പരാമർശിച്ചത് അതുകൊണ്ടാണ്. കുട്ടികളുടെ വിലാപമാണ് ഇന്ന് ഉയരുന്നത്. ഇന്നത്തെ ലോകത്തിന്റെ ശബ്ദം വിലാപങ്ങളുടെ ശബ്ദമാണ്. നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന, അസ്വസ്ഥമാക്കുന്ന വാർത്തകളാണ് ഗസയിൽ നിന്നും വരുന്നത്. ഒരു ദിവസം പ്രായമായ കുഞ്ഞ്, ഒരു മാസം പ്രായമായ കുഞ്ഞ് ഒക്കെ കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെടാൻ വേണ്ടി മാത്രമുള്ള പിറവികൾ നടക്കുന്ന നാടായി പലസ്തീൻ മാറിയിരിക്കുകയാണ്. ലോകഭൂപടത്തിൽ ഒരു ഭൂപ്രദേശം ഇല്ലാതാകുകയാണ്. അവിടുത്തെ ജനങ്ങൾ, അവശേഷിക്കുന്ന ജനങ്ങൾ അധികവും കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ടവരുടെ ശവപ്പറമ്പായി മാറിയ ആ നാട്, ജീവിച്ചിരിക്കുന്നവർ പലായനം ചെയ്തു പോകുന്ന ആ ഇത്തിരി മണ്ണ് ഇപ്പോൾ വിലപേശി വിൽക്കാനാണ് ഇസ്രായേൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോ ആയുധങ്ങൾ കൊണ്ട് ഒരിക്കലും അടങ്ങാത്ത രക്തച്ചൊരിച്ചിലുകൾക്ക് നേതൃത്വം കൊടുത്ത് കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉത്പാദിപ്പിച്ച് ആ ആയുധ വ്യവസായത്തെ ആശ്രയിച്ച് സമ്പദ്ഘടന കെട്ടിപ്പൊക്കിയൊക്കെ മുൻപോട്ട് പോകുന്ന വിചിത്രമായ ഒരു ലോകമാണ് നമ്മുടെ ലോകം. സ്നേഹത്തിന്റെ കണിക പോലും ഇല്ലാത്ത, കൊലകളിൽ നിന്നും കൂട്ടക്കൊലകളിലേക്കുള്ള വളർച്ചയെ വിജയമായി അടയാളപ്പെടുത്തുന്ന ഒരു കാലം. അങ്ങനെ ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ചെറുപ്പക്കാരനായ ഒരു നോവലിസ്റ്റ് ഉണ്ട്, ഷിനിലാൽ. അദ്ദേഹം മലയാളത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഇരു എന്ന ഒരു നോവലുണ്ട്. ഇരു എന്നാണ് ആ നോവലിന്റെ പേര്. ഞാൻ ആ നോവലിന്റെ പശ്ചാത്തലത്തിലേക്കും ഇതിവൃത്തത്തിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ആ നോവലിൽ മല കയറുന്ന ഒരു വേടൻ വേടത്തി മല കയറി പോകുമ്പോൾ
ഒരാൺമയിലും പെൺമയിലും വന്ന് അവരുടെ വഴി തടയുന്നു. അതിലൊരു മയിൽ ചോദിക്കുന്നുണ്ട്, പക്ഷിമൃഗാദികൾ ഭീണിക്കുന്ന ഇവിടെ നിങ്ങൾ ഇരുകാലികൾക്ക് എന്തു കാര്യം? ഇതാണ് ചോദ്യം. അപ്പൊ വേടൻ കോപാകുലനായി അമ്പും വില്ലും എടുത്ത് കൊലയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു നോട്ടം കൊണ്ട് വേടനെ തടഞ്ഞ് വേടത്തി അതിന് മറുപടി പറയുന്നു. മയിലിനോട് വേടത്തി പറയുന്ന മറുപടി ഇങ്ങനെയാണ്: പണ്ട്, വളരെ പണ്ട്, വാക്കും നാക്കും തിരിയുന്നതിന് മുൻപ് ഞങ്ങളും നിങ്ങളും ഒന്നായിരുന്നു. അതാണ് ഞങ്ങളും നിങ്ങളും ഒന്നായിരുന്നു. ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് നമ്മൾ പറയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ പ്രതിജ്ഞ എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ പല രാജ്യങ്ങളിൽ പല പ്രതിജ്ഞകളുണ്ട്. അപ്പൊ മനുഷ്യരെല്ലാവരും ഒന്നാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ആഹ്വാനവും മുദ്രാവാക്യമൊക്കെയാണ്. മൺമറഞ്ഞുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒടുവിലെ അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിന്റെ പുസ്തകമായിട്ട് ഇറങ്ങിയപ്പോൾ അതിന്റെ തലക്കെട്ട് സർവരും സഹോദരർ എന്നായി. ഫ്രത്തേരി തുത്തിയത് ലാറ്റിൻ വാക്ക്, അങ്ങനെയാണ് മലയാളത്തിലേക്ക് പറഞ്ഞത്. അത് നമുക്ക് പരിചിതമാണ്, സർവരും സഹോദരർ എന്നായി. എന്നാൽ അതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് ഷിൻഡിലാലിന്റെ നോവലിൽ എല്ലാ മനുഷ്യരും മാത്രമല്ല, മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും സസ്യങ്ങളും എല്ലാം ഒന്നാണ് എന്നൊരു വിശ്വമാനവികതയുടെ വികസിതമായ പുതിയൊരു കാഴ്ചപ്പാടാണ് എല്ലാവരും ശരിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്നാണ്. ഈ മഹാപ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ഒന്നാണ്, മനുഷ്യർ മാത്രമല്ല, മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും എല്ലാം ഒന്നാണ് എന്നൊരു കാഴ്ചപ്പാടാണ്. അപ്പൊ മയിൽ വീണ്ടും ചോദിക്കുന്നത്, ആയുധത്തിന്റെ അഹന്തയുമായാണോ നിങ്ങൾ മല കയറാൻ പുറപ്പെടുന്നത്? ആയുധത്തിന്റെ അഹന്തയുമായാണോ മല കയറാൻ പുറപ്പെടുന്നത്? എല്ലാ ആയുധങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന ഭാവം അഹന്തയുടേതാണ്, ഹിംസയുടേതാണ്. വലിച്ചെറിയൂ ആ ആയുധങ്ങൾ എന്നാണ് മയിൽ പറയുന്നത്. ആ മയിലിന്റെ ആഹ്വാനം കേട്ട് വേടൻ തന്റെ അമ്പും വില്ലും വലിച്ചെറിയുന്നതായിട്ടാണ് ആ നോവലിൽ. എല്ലാ ആയുധങ്ങളും വലിച്ചെറിയേണ്ടതാണ്. അഹന്തയുടെ ആയുധങ്ങളുടെ അകമ്പടി ഇല്ലാതെയാണ് എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. മനുഷ്യർ മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ ജീവസ്പന്ദനമുള്ള, അത് പക്ഷികളായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും എല്ലാം ഒന്നാണ് എന്ന് ആ നോവൽ നമ്മൾ പറയുന്നത്. ഒരു പക്ഷേ മാനവികതയെ ഇത്രമാത്രം ഉയർന്ന തലത്തിൽ അടയാളപ്പെടുത്തിയ സമീപകാല രചനകളിൽ ഒന്ന് അതായിരുന്നു. ഒരർത്ഥത്തിൽ ആ നോവലും ബൊഹീമിയൻ ഡയറിയും എല്ലാം മുൻപോട്ട് വയ്ക്കുന്നത് മനുഷ്യ സ്നേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. ഹോളോകോസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനി ഒരിക്കലും ലോകത്തിൽ ആവർത്തിക്കാൻ പാടില്ലാത്ത മഹാദുരന്തമാണത് എന്ന് തന്നെയാണ് ഹോളോകോസ്റ്റ് അടിസ്ഥാനമായി രചിക്കപ്പെട്ട എല്ലാ കൃതികളും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ പുസ്തകം വില കൊടുത്ത് വാങ്ങി വായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ ഒരു ഉത്തരവാദിത്വം അതുകൂടിയാണ്. വെറുതെ പങ്കെടുത്ത് പോയപ്പോൾ നിങ്ങൾ ആ പുസ്തകം വാങ്ങി വായിക്കണം. ഇവിടെ രമേശനുണ്ട്, രമേശൻ ഇവിടെ ഉണ്ട്. അപ്പൊ ചില്ലയാണ് പുസ്തകം പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ പുസ്തകം ലഭ്യമാവും. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ലഭ്യമാക്കാന്നുള്ളത് അവർ ആലോചിക്കണം. അപ്പൊ നിങ്ങൾ ആ പുസ്തകം വാങ്ങി വായിക്കണം. പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകം ആ ചരിത്രത്തെ നിങ്ങളുമായി ചർച്ച ചെയ്യും. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഇന്നും ഓരോ വാക്കുകളും അകമ്പടിയായി കണ്ണീർ കൂടി ഉത്പാദിപ്പിക്കുന്ന അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കുറെ കൂടി ജീവിതത്തെ മൂല്യവത്തായി മുൻപോട്ട് കൊണ്ടുപോകണം എന്ന ചിന്തയുള്ളവരായി തീരും. മനുഷ്യർക്കിടയിൽ അനൽപമായ സ്നേഹത്തിന്റെ ഒരു വസന്തം തന്നെ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും. ആരും ആരെയും ദ്രോഹിക്കാൻ പാടില്ലെന്ന്, ഹിംസ എന്ന ചിന്ത പോലും മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മൾ കുറെ കൂടി നല്ല മനുഷ്യരായിട്ട് മാറും. എനിക്ക് ഉറപ്പുണ്ട്, ബൊഹീമിയൻ ഡയറി എന്ന പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കുന്ന നിങ്ങളായിരിക്കില്ല ആ പുസ്തകം വായിച്ച് കഴിയുമ്പോഴുള്ള നിങ്ങളിൽ മാനസികമായ ഒരു മാറ്റം, ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ടാവും. എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാണ്. വായിച്ച് തുടങ്ങുന്നയാളാവില്ല വായന അവസാനിപ്പിക്കുന്നയാൾ. ആ പുസ്തകം നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ മനോഭാവത്തെയും കാഴ്ചപ്പാടുകളെയും നമ്മുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും നമ്മുടെ ശൈലികളെ, ഇടപെടലുകളെ, മനോഭാവത്തെയൊക്കെ സ്വാധീനിക്കും. അപ്പൊ കുറെ കൂടി നല്ല മനുഷ്യരായി മാറാൻ, കുറെ കൂടി മനുഷ്യ സ്നേഹമുള്ളവരായി മാറാൻ ഈ നോവൽ നമ്മളെല്ലാവരെയും സഹായിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ
വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരു നോവൽ രചനയ്ക്ക് സമയം കണ്ടെത്തിയ, അതിന് തയ്യാറായ, അങ്ങനെ എന്നൊന്നും മലയാളികൾക്ക് ഓർമ്മിക്കാൻ കഴിയും വിധമുള്ള ഒരു നോവലിൻ്റെ ബൊഹീമിയൻ ഡയറിയുടെ രചനയ്ക്ക് രചിക്കാൻ സാധിച്ച, അതിന് തയ്യാറായ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ മധു, അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പെട്ടെന്ന് അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അവിടെ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി പ്രഭാഷണം ഞാൻ പോയിട്ടുണ്ട്. നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹത്തിൻ്റെ സഹപാഠികളെല്ലാം എനിക്ക് സുപരിചിതരാണ്. എനിക്കൊന്നും അദ്ദേഹം അത് കുറേ കൂടി സമർത്ഥനായ വിദ്യാർത്ഥിയായിട്ട് ക്ലാസ്സിൽ കേന്ദ്രീകരിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് അറിയാറുണ്ടാവില്ല. ഏതായാലും വളരെ സന്തോഷം. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹം ഈ പുസ്തകം രചിക്കാനായി എടുത്ത തൂലിക ഇനി വിശ്രമം കൊടുക്കാതെ തുടർന്നും ഈ സംഘസമിതിയിൽ മുൻപോട്ട് പോകട്ടെ. വളരെ സന്തോഷത്തോടെ നമ്മളെല്ലാവരും ചേർന്ന് ബൊഹീമിയൻ ഡയറി ഇവിടെ പ്രകാശനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ശ്രീ മധുവിൻ്റെ ദേശാഭിമാനിയുടെ പ്രസിഡന്റ് എഡിറ്ററും എഴുത്തുകാരനും ആത്മീയും അതുപോലെ തന്നെ കേരളം എപ്പോഴും ആഗ്രഹിക്കുന്ന കാംക്ഷിക ശബ്ദത്തിനുടമയുമായ പ്രിയപ്പെട്ട സ്വരാജ്, വേദിയിലുള്ള ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ മറ്റു വിശിഷ്ടാതിഥികൾ, ബഹുമാനരായ അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരന്മാർ, മധുവിൻ്റെ നോവലിനെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് സഖാവ് സ്വരാജ് നടത്തിയ പ്രസംഗം വർത്തമാനകാല ലോകത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. തീർച്ചയായും ഈ നോവൽ ഒരു ബൊഹീമിയൻ ഡയറി നന്നായി വായിക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ആ പുസ്തകം വായിക്കപ്പെടട്ടെ. ഇതുപോലെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവിധ ജനാധിപത്യ വിരുദ്ധ അധാർമികമായ എല്ലാ ശക്തികൾക്കും എതിരായി ഇനിയും ഇതുപോലെയുള്ള ശക്തമായ ആ തുണിയിൽ നിന്ന് പുറകിലെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്യുന്നു. വേദിയിൽ സദസ്സിലും ബഹുമാന്യരെ, അഭിനന്ദനെ, എല്ലാവർക്കും നമസ്കാരം. സാധാരണ നിലയിൽ പുസ്തക പ്രകാശനങ്ങൾ പ്രത്യേകിച്ച് സെലിബ്രിറ്റി ആയ ആളുകളെ സംബന്ധിച്ച് കിട്ടുമ്പോൾ പ്രകാശനം ചെയ്യുന്ന ആളുകൾ ആ കൃതിയെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല. പൊതുവായി പറഞ്ഞ് പോവുകയാണ് പതിവ്. ആ ഫലത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു. പക്ഷേ പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം സ്വരാജ് ഈ നോവലിൻ്റെ സത്ത വളരെ കൃത്യമായിട്ട് തന്നെ കാലോചിതമായ ഒരു കൃതി കാലാവധിയാവുകയും അത് കാലാധിപത്യമാവുകയും ചെയ്യുന്നത് അതിനകത്ത് ഉൾക്കൊള്ളുന്ന മനുഷ്യൻ എന്ന സത്തയെ കുറിച്ചിട്ടുള്ള നിലപാടുകൊണ്ടാണ്. ആ നിലയിൽ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ കാര്യം ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഭാഗികമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം സ്വയം സംസാരിക്കുന്ന ഒരു കൃതിയായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വായനാ ലോകത്തിലേക്ക് വിടുകയാണ്. ഇത് ഈ പുസ്തകത്തിൻ്റെ 2ാം പതിപ്പാണ്. വാസ്തവത്തിൽ പതിപ്പുകളെക്കുറിച്ച് പ്രസാധന ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ അഭിമാനിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഒരു പുസ്തകത്തിൻ്റെ പതിപ്പെന്ന് പറയുന്നത് എഡിഷനാണ്, റീപ്രിൻ്റ് അല്ല. നമ്മുടെ നാട്ടിൽ ഈ കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു മേഖലയായി ഒരു വലിയ വാണിജ്യ വ്യവസായമായും മറ്റും ചതിക്കുഴിയായിട്ടും മറ്റും ഇത് മാറിയപ്പോൾ ഈ സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ POD എന്ന് പറയുന്ന പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് നേരത്തെ വിദേശങ്ങളിൽ ഉണ്ടായതാണ്. ഒരു കൃതിയുടെ കരട് രൂപം വള്ളയിനകത്ത് അവതരിപ്പിക്കും, താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം, അതനുസരിച്ച് അടിക്കുക. ഇപ്പോൾ നമുക്ക് അതിൻ്റെ പുതിയ യന്ത്രം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ 10, 50, 100 കോപ്പികൾ നമുക്ക് പ്രിൻ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ദിവസം തന്നെ ഏതാണ്ട് 20-30 പുസ്തകങ്ങൾ, 200 പേജുള്ള 20-30 പുസ്തകങ്ങൾ ഈ മെഷീനിലൂടെ പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ എല്ലാ ദിവസവും ഇതിനടുത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് 1000 കോപ്പി എന്നുള്ള പഴയ ഒരു എഡിഷൻ്റെ അല്ലെങ്കിൽ കുറഞ്ഞത് 500 എന്നുള്ള നില വിട്ടിട്ട് ഇപ്പോൾ 50 കോപ്പി എടുത്ത് 1-ാം പതിപ്പ്
കേൾക്കുമെന്നും തൊട്ടടുത്ത ദിവസം രണ്ടാമത് പറഞ്ഞിരിക്കുന്നു പറയുന്ന കാലത്ത് ഒരു വർഷത്തെ ഇടവേളയിലാണ് ബൊഹീമിയൻ ഡയറി രണ്ടാമത് പതിപ്പിലേക്ക് വരുന്നത്. കൃത്യമായിട്ടും അങ്ങനെ വായിക്കപ്പെട്ട വിട്ടഴിക്കപ്പെട്ട ഒരു അനുഭവ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പുസ്തകം വരുന്നത്. ശ്രീ മധുവിൻ്റെ മൂന്നാമത്തെ നോവലാണിത്. എനിക്ക് വളരെ സൗഹൃദം എന്ന് പറഞ്ഞാൽ പറ്റാം, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ ഒരു ബന്ധം ഞാൻ പുലർത്തുന്ന ഒരാളാണ് ഡോക്ടർ PM മധു. മധുവിൻ്റെ ആദ്യത്തെ നോവൽ വീരറിയും അത് അദ്ദേഹം പ്രവർത്തിക്കുന്ന ആയുർവേദ മേഖലയെ കുറിച്ച് കൂടിയിട്ടുള്ള ഒരു പുതിയ അറിവായിരുന്നു. അപ്പം അതിൻ്റെ കൈയെടുത്ത് പ്രതി വായിച്ചിട്ടുള്ള ആദ്യ വായനക്കാരിൽ ഒരാൾ ഞാൻ തന്നെയാണ്. രണ്ടാമത്തെ നോവലായ വേദനായ ചരിതം വ്യത്യസ്തമായ രീതിയിൽ പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി പബ്ലിക്കേഷൻസ് ആണ്. വ്യത്യസ്തമായ രീതിയിലൊരു നോവൽ പരീക്ഷണമായിരുന്നു, അന്വേഷണമായിരുന്നു. അതും ചരിത്രവും സംസ്കാരവും മനുഷ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൃതിയായിരുന്നു. ആ കൃതിയുടെയും ആദ്യ വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഒരു ബൊഹീമിയൻ ഡയറിയുടെയും ആദ്യ വായനക്കാരൻ ഞാൻ തന്നെയായിരുന്നു. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ അഭിമാനം. ഈ പുസ്തകം തന്നപ്പോഴും ഇതിൻ്റെ കൈയെഴുത്ത് പ്രതി വായിച്ചപ്പോഴും ഞാൻ ഇതിൻ്റെ എഡിറ്റർ പണി കുറേ കാലം ചെയ്യുന്നത് കൊണ്ട് വായിച്ചപാട് അതിൻ്റെ സൈഡിൽ കടലാസിൽ നിന്ന് പിൻ ചെയ്ത് നോക്കും. ആ പിൻ ചെയ്ത സാധനം ഈ പുസ്തകത്തിൻ്റെ 6-ാം പേജിലും അത് ഞാൻ വായിക്കാം. കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ അതായിരിക്കും ഉചിതമെന്ന് കരുതുന്നു. അത് ഒരു വലിയ വ്യാപ്തിയിലുള്ള ഒരു പ്രഭാഷണമാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. ഇതതിൻ്റെ ഒരു വായിച്ചപാടുള്ള ഒരാളുടെ ആദ്യ പ്രതികരണമാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പീഡനങ്ങൾ അതിജീവിച്ച പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ന്യൂറോളജിസ്റ്റ് കൂടിയായ പ്രൊഫസർ വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ ജീവിതത്തെയും രചനകളെയും ഉപജീവിച്ചെഴുതിയ മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര നോവൽ. ഇത് ഈ ഓൾഫിറ്റ്സ് ലിറ്ററേച്ചറിൻ്റെയും ഹോളോകോസ്റ്റ് ലിറ്ററേച്ചറിൻ്റെയും ആദ്യത്തെ മലയാള രൂപമാണ്. ഇതിന് ശേഷം ഈ അടുത്ത കാലത്ത് മാല സിമെൻ്റെ ബോംബ് എന്ന് പറയുന്ന ഹരീഷ് അനന്തകൃഷ്ണൻ്റെ പുസ്തകം കൂടി ഈ ഓൾഫിറ്റ്സ് ക്യാമ്പിലെ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. അത് ഈ തരത്തിലുള്ള ചരിത്രപരമോ ഈ ഹിറ്റ്ലറുടെ ഏകാധിപത്യ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ സ്വഭാവം ഉയർത്തുന്നതോ അല്ല. മലയാളത്തിൽ സ്വതന്ത്രമായി എഴുതപ്പെട്ട ആദ്യത്തെ ഹോളോകോസ്റ്റ് നോവൽ. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ക്രൂര പീഡനങ്ങൾക്ക് ശേഷം പുറത്തു വന്ന വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ ഏകാന്തതയും സ്വത്വ പ്രതിസന്ധിയും മാത്രമല്ല ഇവിടെ പ്രമേയം. ഭരണകൂട ഭീകരതയും ഫാസിസവും വംശീയതയും പലായനവും യുദ്ധവും സാർവദേശീയ തലത്തിൽ മാനവികതയെ സർവനാശത്തിലേക്ക് വലിച്ചെറിയുന്ന വേളയിൽ മനുഷ്യൻ എന്ന സത്തയെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിചാരം തന്നെയാണ് ഒരു ബൊഹീമിയൻ ഡയറി. ചരിത്രത്തോടും സമകാലികാവസ്ഥയോടും നീതി പുലർത്തുമ്പോൾ തന്നെ മാനവികതയെ ഒരു പ്രകാശഗോപുരം പോലെ ഉയർത്തി നിർത്തുന്നിടത്താണ് ഈ നോവൽ വ്യത്യസ്തമാകുന്നത്. കാലത്തിൻ്റെ പുസ്തകം ഇങ്ങനെ ഒരു കുറിപ്പ് ഞാൻ എഴുതിയ അത് കൂടിയിട്ട് അത് കൊടുത്തിരുന്നു. അതിൻ്റെ പുസ്തകത്തിൽ അച്ചടിച്ച് വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അതിനെക്കുറിച്ച് വലിയ ലേഖനം തന്നെ എഴുതാനുള്ള ആലോചനയായിരുന്നു ആ സമയത്ത് ഞാൻ. ഈ നോവലിൽ എൻ്റെ കഥയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോഴും ഈ ഹോളോകോസ്റ്റിന് ശേഷം വിട്ടതിന് ശേഷം അദ്ദേഹം പലയിടത്ത് കൗൺസിലിംഗ് നടത്താറുണ്ട്, ക്ലിനിക്ക് നടത്താറുണ്ട്. വിയന്നയിലെ ജനതയെ മാനസികമായി വളർത്തുന്ന ഒരാളായിരുന്നു. അവിടെ എത്തുന്ന ഒരു ഹെലൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തക ഇയാളെ ആക്രമിക്കുകയും ഇയാൾ നാസിയുടെ ചാരനാണ് എന്ന് പറഞ്ഞിട്ട് തെറിവാക്ക് ഒതുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആക്രമിക്കുകയും ചെയ്യുന്ന വേളയിൽ ആ പത്രപ്രവർത്തകർക്കും സാരമായി പരിക്കേറ്റു. ഇത് രണ്ടുപേരും ആശുപത്രിയിലാണ് കഴിയുന്നത്. അവരുടെ അടുത്ത് ഇയാളുടെ മാനേജർ എത്തിക്കുന്ന ഡയറി കുറിപ്പുകൾ ഏതാണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 ഡയറി 1945 മെയ് 14 തൊട്ട് ആഗസ്റ്റ് 7 വരെ എഴുതിയ 25ഓളം ഡയറി കുറിപ്പുകൾ. അതിന് ഒരു വ്യാഖ്യാനം കൂടി ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ എഴുതിയിട്ടുണ്ട്. അതാണ് ഹെലനെ ഏൽപ്പിക്കുന്നത്. ഈ ഹെലന്റെ വായനയിലൂടെയാണ് നാം ഓരോരുത്തരും ഈ ബൊഹീമിയൻ ഡയറിയുടെ ഉള്ളിലേക്ക് പോവുകയും വിക്ടർ ഫ്രാങ്ക്ലിന്റെ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. വാസ്തവത്തിൽ ജീവചരിത്രമോ ചരിത്രമോ നോവലല്ല. നോവൽ എന്ന് പറയുന്നത്, ഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സാഹിത്യ രൂപമാണ്. പക്ഷേ ഒരു ജീവചരിത്രത്തെ, മാതൃകാപരമായ ജീവിതത്തെ, എല്ലാവരും അറിയേണ്ടുന്ന ജീവിതത്തെ തിരിച്ചറിയാൻ വേണ്ടി ജീവചരിത്രത്തെ നോവലിലേക്ക് കൊണ്ടുവരാം. ഒരു ചരിത്ര സംഭവത്തെ മറ്റുള്ളവർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ഒരു കലാരൂപമായിട്ടും നോവലിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണ് ഫിക്ഷൻ എന്നുള്ള കഥാസാഹിത്യം പുതിയ കാലത്ത് ഫാക്ഷൻ എന്നുള്ള പേരിൽ, ഫാക്ട് വിത്ത് ഫിക്ഷൻ എന്നുള്ള നിലയിൽ വസ്തുതാ കഥനം കൂടി അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് അത്
ജീവിതത്തോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനമായിട്ട് നോവൽ മാറിയിട്ടുണ്ട്. മലയാളത്തിൽ ധാരാളം ഈ ബയോപിക് നോവലുകളും സിനിമകളും വന്നിട്ടുണ്ട്. ഈ ഹോളോകോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ, സിനിമകൾ നമുക്ക് പിന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ ഹലൻ റെനയുടെ നൈറ്റ് ആൻഡ് ഫോഗ് എന്ന് പറയുന്ന സിനിമ തൊട്ട് റോബർട്ടോ ബെനിനിയുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വരെയുള്ള നിരവധി സിനിമകൾ ഈ നാസി ക്യാമ്പിന്റെ ഒരു ലോകത്തെ ചിത്രീകരിക്കുകയാണ്. കൂടിക്കടിക്ക് കാരണം ഹിറ്റ്ലറുടെ ആത്മകഥ മീൻകാപ്പ് പറയുന്നതാണ്. ഓരോ പേജിലും മരണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമുള്ള ഒരു ആത്മകഥ. ഹിറ്റ്ലർ ജീവിച്ചിരിക്കെ തന്നെയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ചാർലി ചാപ്ലിന്റെ സിനിമയിൽ വരുന്നത്. വളരെ കുറിയ മനുഷ്യനായ ചാപ്ലിൻ ഒരു വലിയ ബോംബ് കയ്യിലേക്കിട്ട് ഹിറ്റ്ലറെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്ന സാഹചര്യം നമുക്ക് ആ സിനിമയുടെ പോസ്റ്ററിൽ തന്നെ കണ്ടിട്ടുണ്ട്. ആ സിനിമയും അതിഗംഭീരമായ രാഷ്ട്രീയ വിമർശമാണ്. അതുകൊണ്ട് ഒരു ബൊഹീമിയൻ ഡയറി ഇങ്ങനെ ഒരു ജീവചരിത്രം അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീട്ടുന്നില്ല, പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഒരു തീപിടിച്ച കാലം നമ്മളിലേക്ക് ഈ ഓർമ്മകളിലൂടെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. നാം നിൽക്കുന്നതും തീപിടിച്ച ഒരു കാലത്താണ്. വംശീയത ഇന്ത്യയെ ബാധിക്കില്ല എന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. പക്ഷേ മണിപ്പൂരിൽ നിന്നും കാശ്മീരിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ ഇന്ത്യയുടെ ഭാവി എന്നൊക്കെ പറയുന്നത് വംശീയത എത്രത്തോളം കടന്നു വരികയും അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുള്ള സൂചനകൾ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ നിൽക്കുന്നവർക്ക് തോന്നില്ല എങ്കിൽ പോലും. അപ്പോൾ ഒരു രൂപകം ആയിട്ടാണ് ഈ വിക്ടർ ഫ്രാങ്ക്ലിന്റെ ജീവിതം താൻ സ്വീകരിച്ചതെന്നും രൂപകത്തിനുപരി ഏത് നിമിഷം വേണമെങ്കിലും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തന്നെ എത്തിപ്പെടാവുന്ന ഭീതി ഇന്ന് നമ്മെ ചൂടുന്നു നിൽപ്പുണ്ട്. എഴുത്തുകാരന്റെ വാക്യമാണ്: വേഷമാകിയ നാസിസത്തിന്റെയും ഫാസിസത്തിന്റെയും ഏറ്റവും പുതിയ വാഴ്ചകൾക്ക് അറിയാതെ എങ്കിലും കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. യാത്ര ഇതേ വഴിയിലാണെങ്കിൽ ഒരു ഘട്ടത്തിൽ നമ്മളെത്താൻ പോകുന്നത് മറ്റൊരിടത്ത് ആകാൻ ഇടയില്ല. അതുകൊണ്ട് ഒരു ദുരന്ത ജീവിതം അവതരിപ്പിച്ചുകൊണ്ട് പ്രത്യാശയുടെ വാതിൽ തുറന്നിടുന്ന ഡോക്ടർ മധു ഈ നോവൽ അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് എഴുതിയ ഫലശ്രുതിയിൽ ഒരു പിൻകുറിപ്പിൽ നമ്മുടെ രാജ്യവും ശ്രദ്ധയോടെ കരുതലോടെ നിന്നിട്ടില്ലെങ്കിൽ ഇത്തരം ഒരു ഓർഫിഡ്സ് ക്യാമ്പിലേക്ക് ഹോളോകോസ്റ്റ് ലോകത്തേക്ക് എത്തിപ്പെടുമോ? അത്തരത്തിൽ ഒരു മോഡിഫിക്കേഷൻ്റെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് വരാതിരിക്കട്ടെ. പ്രിയപ്പെട്ട എഴുത്തുകാരന് ഈ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ പുസ്തകത്തിൻ്റെ ഒരു ആദ്യ വായനക്കാരെന്ന നിലയിൽ, പുസ്തകത്തെ ഇഷ്ടപ്പെട്ട ഒരാളെന്ന നിലയിൽ നമ്മുടെ എല്ലാമായ പ്രിയങ്കരനായ ശ്രീ എം സാറിൻ്റെ പുസ്തകം ഒരു ബൊഹീമിയൻ്റെ പ്രകാശനം, രണ്ടാമത് പ്രകാശനം ചെയ്ത ശ്രീ എം സദാനവർ, അതുപോലെ ഇന്നത്തെ മുഖ്യാതിഥിയായ നമ്മുടെ സഹോദരനായ ശ്രീ ടി വി ആയുഷ് MLA, പുസ്തകം വിജയം നടത്തിയ പൗത്രൻ സാർ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ഡോക്ടർ ജയശ്രീ, കെ ഉണ്ണികൃഷ്ണൻ, അമൃതേഷ് രാജ്, CP രമേശൻ, VP ആശിഷ്, നന്ദി പറയുന്ന MD ചന്ദ്രൻ, മറുപടി നടത്തുന്ന ഡോക്ടർ PM മധു, സ്വാഗത ആശംസിച്ച ഡോക്ടർ രാജേഷ് കണ്ണുപള്ളി, എൻ്റെ പ്രിയ അധ്യാപകരെ, ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയങ്കരായ, നമുക്കറിയാം മധുസാറിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം ആയുർവേദ കോളേജിൽ മാത്രമല്ല ലോകമെമ്പാടും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ കഥയായ അദ്ദേഹത്തിന് 3ാമത്തെ എഴുത്താണിത്. കുഴിതെറിവ്, എതിരായ ചരിത്രം, അതിന് ശേഷമാണ് ഒരു ബൊഹീമിയൻ ഡയറി എന്ന ഈ പുസ്തകം. ഈ പുസ്തകം സ്പാനിഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കൂടുതലായിട്ട് അദ്ദേഹത്തെ പറ്റി പറയാനാണ്. വാരോളം അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു ക്രെഡിറ്റ് കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ എൻ്റെ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് എന്നോട് നിൽക്കുന്നതുകൊണ്ടും അധ്യാപകരെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നതുകൊണ്ട് അങ്ങേയറ്റ അഭിമാനത്തോടുകൂടി ഞാനിവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ തോന്നികളിൽ കൂടി ഇനിയും ധാരാളം കഥകൾ ഇനിയും എഴുതാൻ ഉള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ സ്വന്തം നാട്ടിലെ MLA-യുമായിരുന്ന ശ്രീ M സ്വരാജ്. ഒരു വട്ടം വന്ദേ ഭാരത് തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്തെങ്കിലും സംസാരിക്കാൻ അധികമായിട്ട് അദ്ദേഹം തന്നില്ല. അദ്ദേഹം വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവ്വം നിൽക്കുകയായിരുന്നു. എനിക്ക് സംശയം തോന്നി. ഞാൻ അവസാനം ചോദിച്ചു, കോഴിക്കോട് വരെ ഇറങ്ങാൻ നേരത്തെ ഞാൻ ചോദിച്ചു, സ്വരാജ് സാർ ആണോ എന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയത്.
വാഗ്മിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ വക്താവുമൊക്കെയായ അദ്ദേഹം നമ്മുടെ കോളേജിൽ എത്തിപ്പെടുക എന്ന് വെച്ചാൽ നമുക്കൊരു അഭിമാനത്തിൻ്റെ കാര്യം തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഇവിടെ വന്നതിൽ അദ്ദേഹത്തോട് സന്തോഷം അറിയിക്കുകയാണ്, നന്ദിയും അറിയിക്കുകയാണ് ഈ പുസ്തക പ്രകാശനം നൽകിയത്. എം പി പവിത്ര സാറ് അദ്ദേഹം ഈ പുസ്തകത്തെ പറ്റി നിരൂപണം നടത്തി. ഞാൻ പുസ്തകം അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ വായിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണ്. വിക്ടർ ഫ്രാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അദ്ദേഹം അനുഭവിച്ച ആ തീവ്ര അനുഭവങ്ങൾ, അത് അതിനുശേഷം അദ്ദേഹം ഒരു സൈക്കട്രിസ്റ്റ് ആയിരുന്നു, ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, ലോകതെറാപ്പിയുടെ ആളായിരുന്നു. എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹം അവിടെ ധാരാളം കഠിനമായിട്ട് ദുരിതങ്ങൾ അനുഭവിക്കപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ഒത്തിരി രോഗികൾക്ക് ക്യാമ്പിൽ അദ്ദേഹം ആശ്വാസം നൽകി, രോഗികളെ പരിചരിക്കുകയൊക്കെ ചെയ്തു. ഉറങ്ങാതിരുന്ന അദ്ദേഹം കുറേ കഥകൾ രചിക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം പുറത്തു വന്നിട്ട് അവിടുന്ന് തടവറയിൽ നിന്ന് മോചിതനായ നാട്ടിൽ വന്നപ്പോൾ സ്വന്തം കുടുംബത്തിൽ ആരും ഇല്ലെന്ന് അറിഞ്ഞ അദ്ദേഹം വീണ്ടും തടവിൽ എന്താ പറയുക വിഷാദം മാറ്റിയിരുന്ന ആള് വിഷാദത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ ആർക്കും ഉണ്ടാകാവുന്ന ഒരു കാഴ്ച തന്നെയാണ്. ബൊഹീമിയൻ കാടുകളിലെ നേബ എന്ന ആ സ്വന്തം ആ ഒരു തുരുത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. 5 മാസം അദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു, അദ്ദേഹം എവിടെയായിരുന്നു ആരും അറിഞ്ഞിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വർഗം നമ്മൾക്കൊക്കെ എത്തിപ്പെടാൻ അങ്ങനെയുള്ളൊരു എനിക്ക് തോന്നുന്ന ഒരു പ്രതീക്ഷയാണ്, ജീവിതത്തിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ പ്രതീക്ഷയായിട്ടാണ് ഞാൻ ആ നേബയെ കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു മധുസാർ ഇങ്ങനെ ഒരു കഥ എല്ലാവർക്കും അവരൊരു പ്രതീക്ഷ, നമ്മുടെ അതിജീവന സഹനം ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഥ എല്ലാവരും വായിക്കണം, എല്ലാവരും സാറിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പുസ്തകം വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പുസ്തകം വാങ്ങിക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നും ഈ ധാരാളത്തുകളിൽ നിന്നും ധാരാളം കഥകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന് ആശംസകൾ അർപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. താങ്ക് സാറിനെപ്പറ്റി പറയുന്നത് സാറ് മലയാളം ലിറ്ററേച്ചർ മാത്രമല്ല, സാറിന് കുറേ ആയുർവേദ പബ്ലിക്കേഷനാണ്. ആയുർവേദം സാറിന് വൈദ്യ ഫേമസ് ആണ്. സാറിന് കുറേ ആയുർവേദ ടോപ്പിക്കും സാർ കുറേ പബ്ലിക്കേഷൻ. പിന്നെ അതിന് സാറ് ശ്രേഷ്ഠ വിഷയക്കാരൻ എന്നുള്ള ഈ വർഷം മാറാനായിരുന്നു. സാർ നല്ലൊരു പ്രാക്ടീഷനാണ്. സ്കിന്നിലെ പോലും സാർക്ക് ഡയഗ്നോസിസ് സാർക്കൊരു മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്ക് അങ്ങനെ വളരെ റെയറായിട്ട് കിട്ടുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ് മനസ്സിലായി. സാറിനെ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൽ ഓൾമോസ്റ്റ് ഓർഫിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നമ്മൾ വിക്ടർ ഫ്രാങ്കിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും നേരത്തെ പറഞ്ഞു വിക്ടർ ഫ്രാങ്കിൽ ഒരു well known neurologist psychologist ആണ്. സോ വിക്ടർ ഫ്രാങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. വിക്ടർ ഫ്രാങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് അവർ ആദ്യം ചെയ്യുന്നത് they remove everything from you. നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ വസ്ത്രങ്ങൾ, വെഡിങ് റിംഗ്, സോ they will restore your identity. പിന്നെ നിങ്ങൾക്കൊരു നമ്പർ തരും, ആ നമ്പറാണ് നിങ്ങൾ ഐഡൻറ്റിറ്റി. വിക്ടർ ഫ്രാങ്കിൽ അവിടെ ചെയ്യുന്നൊരു വേൾഡ് ഫേമസ് ന്യൂറോളജിസ്റ്റ് സൈക്കോളജിസ്റ്റാണ്. പക്ഷെ അവിടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിനകത്ത് ജസ്റ്റ് ഒരു നമ്പർ മാത്രം. പിന്നെ അവിടെ കുറേ ഒബ്സർവേഷൻ നടത്തിയത് വിക്ടർ ഫ്രാങ്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ദിവസം ഓരോ മരണങ്ങളാണ്, കുറേയേറെ മരണങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യം മരിക്കുന്നത് അവർ പിന്നെ ആരോഗ്യമില്ലാത്തവരെന്നല്ല, അവർ ജീവിതത്തിൽ ഒരു തീരെ ഹോപ്പില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ഇനി ജീവിക്കാൻ ഒരു ഫ്യൂച്ചറിൽ അവർക്ക് ഒന്നും നോക്കാനില്ല, ഒന്നും മീൻസ് ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ലീവ്. അങ്ങനത്തെ ആൾക്കാരായിരിക്കും ആത്മഹത്യ. സോ ഇറ്റ്സ് തിയറീസ് ആർ ബേസ്ഡ് ഓൺ ദാറ്റ്.
So we know Freudian psychology, Angular psychology. Freudian psychology ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പൾ, ഫണ്ടമെന്റൽ ഡ്രൈവ്, ഹ്യൂമൻ്റെ ഫണ്ടമെന്റൽ ഡ്രൈവ് അത് പ്ലഷറാണ്. ആഡ്ലർ ആകുമ്പോൾ അത് പവറാണ്. പക്ഷേ ഫ്രാങ്കലിന് അത് മീനിങ് ആണ്. സോ ദ വിൽ ഫോർ മീനിങ്, നമ്മളെ വിൽ, ആ ഒരു വില്ലുണ്ടെങ്കിൽ, ആ ഒരു ജീവിക്കാനുള്ള മീനിങ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഓവർകം. ആ ഒരു വില്ലുള്ളത് കൊണ്ടാണ് ഈ സർവൈവ് ഹോളോകോസ്റ്റ് സർവ് ചെയ്യാൻ അദ്ദേഹത്തിന്. അങ്ങനെ ബാക്കിയുള്ള ലോകത്തിന് ആരും കൺസെപ്റ്റാണ്. ബാക്കിയുള്ള നമ്മുടെ സൈക്കോളജിയിൽ ഫ്യൂഡൻ സൈക്കോളജി പറയുമ്പോൾ ഈ ബേസസ് എവറിത്തിങ് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിനാണ് ഒരു മെയിൻ കോസ് ആയിട്ട് കാണുന്നത്. വിക്ടർ ഫ്രാങ്കൽ ഇസ് മോർ പ്രോസ്പെക്റ്റീവ്. അധ്യാപകരെ അധ്യാപകരെ എന്നീ ചടങ്ങിൽ ചേർന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നിൽക്കുമ്പോൾ അഭിമാനവും അതിലേറെ സന്തോഷവുമുണ്ട്. മത്സർ എന്ന അധ്യാപകനെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനാണ്. പക്ഷേ സാർ എന്ന കവിയെ ഇന്ന് നമ്മളെ ഓരോരുത്തരും, എനിക്ക് മുമ്പ് സംസാരിച്ച ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ സാറിന്റെ വിദ്യാർത്ഥി എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം നൽകുന്ന നിമിഷമാണ്. ഇനിയുള്ള സാറിന്റെ ജീവിതത്തിൽ, സാഹിത്യ ജീവിതത്തിൽ ഏറെ മുന്നോട്ട് പോകാനും നമ്മളിപ്പോൾ കാണുന്നതിനേക്കപ്പുറം അംഗീകാരങ്ങളും അവാർഡുകളും ലഭിച്ച് ഏറെ വിജയപൂർവ്വം മുന്നോട്ട് പോകാനുള്ള എല്ലാ ആശംസകളും ഇവിടുത്തെ വിദ്യാർത്ഥികളെ പ്രതികരിച്ചുകൊണ്ടും മറ്റെല്ലാ സംഘടനകളെ പ്രതികരിച്ചുകൊണ്ടും സാർ നേർന്നുകൊണ്ട് ഈ ഇടത്തിൽ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇതിനും വലുത് സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്ന രീതിയിൽ വളരെ പ്രൗഢഗംഭീരമായ, വളരെ മനോഹരമായ ഒരു പുസ്തക പ്രകാശ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ പുരോഗമന സാഹിത്യ സംഘത്തിനും ഇതിനോട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ വന്നിട്ടുള്ള എല്ലാ അതിഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. ഒരു പുസ്തകം പ്രകാശിതമാകുന്നതും അതിനൊരു സെക്കൻഡ് എഡിഷൻ ഉണ്ടാകുന്നതും അത് സ്പാനിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതൊക്കെ എഴുതിയ വളരെയധികം സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രകാശം. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സ്വരാജിനെ പോലെ വളരെ പ്രമുഖനായിട്ട് ഒരാളായിട്ട് പ്രകാശം ചെയ്യാൻ കിട്ടുമെന്നും ഡയറക്ഷനോട് വെറുതെ ഒന്ന് സൂചിപ്പിച്ചാണ് ഡയറക്ഷനോട്. അങ്ങനെ ചെയ്ത ഡയറക്ഷനാണ് മുഖീകരിക്കുന്നത്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ പുസ്തകം ഒരു വളരെ ആകർഷകമായിട്ടാണ് ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. അവിടെ ഇരിക്കുന്നത് പ്രവീൺ നമ്മുടെ സുഹൃത്തോടെ ഇരിക്കുന്നു. അപ്പോൾ പ്രവീൺ എനിക്കൊരു ചെറിയൊരു പുസ്തകം തന്നിട്ടുണ്ടായിരുന്നു, മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്ന വിക്ടർ ഫ്രാങ്കലിൻ്റെ ജീവചരിത്രം പരാമർശിക്കുന്ന ഒരു ചെറിയ പുസ്തകം. വളരെ ചെറിയൊരു പുസ്തകമാണ്. അത് കോവിഡ് കാലത്താണ് തന്നത്. അപ്പോൾ ആ പുസ്തകം വായിച്ചപ്പോൾ അത് ഹോളോകോസ്റ്റ് നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള ഒരു പശ്ചാത്തലം, ഹോളോകോസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ അതിജീവിച്ചിട്ട് ഒരായിരങ്ങൾക്ക് മോട്ടിവേഷനായി മാറിയ വിക്ടർ ഫ്രാങ്കലിൻ്റെ ജീവിതമാണ്. അത് വായിക്കുന്ന ഒരാൾക്കും അത് ഹോളോകോസ്റ്റിൻ്റെ മറ്റ് പുസ്തകങ്ങൾ വായിക്കാതിരിക്കാനോ അതിനെക്കുറിച്ച് അറിയാതിരിക്കാനോ ആവില്ല. അത്തരത്തിൽ ഹോളോകോസ്റ്റിൻ്റെ പലതരത്തിലുള്ള പുസ്തകങ്ങളിലേക്കും സിനിമകളിലേക്കൊക്കെ പോയപ്പോൾ അതിനെ മലയാളത്തിൽ അവതരിപ്പിക്കേണ്ട ഒരു ആവശ്യകത മനസ്സിലായപ്പോഴാണ് ഈ ഒരു പുസ്തകം എഴുതാൻ ഒരു താല്പര്യം തോന്നിയതും ഇത് രചിക്കാനുണ്ടായ സാഹചര്യം. ഈ പുസ്തകത്തിൽ നല്ല വായനക്കാരുണ്ട്, നല്ല പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. പുസ്തകം വായിച്ചവർക്കും വായിക്കാൻ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി. ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാ ഏതായാലും വളരെ സന്തോഷകരമായ വിസ്മരണീയമായ ഒരു മുഹൂർത്തമാണ്. നമ്മുടെ നാട്ടുകാരൻ്റെ ഭാഷയും വാക്കുകളുള്ള ദേശം കിടന്ന് മറ്റ് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുന്ന മനോഹരമായ ഒരു അനുഭവത്തിലാണ് നമ്മളുള്ളത്. ഈ പുസ്തകത്തിന് ഏറെ വായനക്കാരെ ആശംസിക്കുന്നു. ഇന്ന് ഈ പരിപാടി വിസ്മരണീയമാക്കിയ നമുക്കെല്ലാം പ്രിയങ്കരായ എം സ്വരാജിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അധ്യക്ഷം വഹിച്ച പുറപ്പാട് പുസ്തക പരിചയപ്പെടുത്തിയ പവിത്രമാഷ്, വിവിധ സംഘടനാ ഭാരവാഹികൾ, സെക്രട്ടറി, അതുപോലെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ഈ രാജേഷ്, മറ്റ് പ്രിയങ്കരായ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു.